പൊയ്ക്കും. ആരെങ്കിലും പിടിച്ച് തിന്നാതിരിക്കാൻ ഞാൻ എത്രയോ കാത്ത്, പല്ലി കയറി പിടിക്കാതിരിക്കാൻ ഞാൻ എവിടെയെല്ലാം കൊണ്ട സൂക്ഷിച്ച്. ജീവൻ അപകടത്തിലാകല്ലേ എന്ന് ഓർത്തു. ഭഗവാനെ, ആ കൊമ്പ് കൊണ്ട് നിലത്തിട്ട് തൂത്തപ്പണം. പിന്നെ വല്ല അപകടക്കാരികളുണ്ടോ? ഞാനതൊക്കെ സംസാരിക്കുന്നുണ്ട്. സങ്കടങ്ങളൊക്കെ ബോധിപ്പിക്കുകയായിരിക്കും. എൻ്റെ സങ്കടങ്ങളൊക്കെ കേൾക്കുകയാണ്. എല്ലാം പരിഹരിച്ച് തരണേ ഭഗവാനെ. ഞാൻ കുറച്ചു കാലം കൂടി ഓടി നടന്നു വിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. അതിന് വേണ്ടിയിട്ട് ആർക്ക് വേണേലും എന്ത് വേണേലും ചെയ്യാം. ആളില്ലാതെ പറ്റിയല്ലോ, ആളുകൾ വേണം. എല്ലാം അറിവും ഉണ്ടാക്കി തരണം. അറിവുകൊണ്ടോടുകൂടി ജീവിക്കണം. മനുഷ്യൻ അറിവാണ് ആദ്യം ഉണ്ടായത്. ഭഗവാനെ, സോറി പറയാണ്, ക്ഷമിക്കാൻ പറയാണ്. കൈ കൊണ്ടൊക്കെ സ്തുതിക്കേണ്ട, കാലുകൊണ്ട് സ്തുതിക്കുന്നുണ്ട് അല്ലേ? സംസാരിക്കുന്നതെല്ലാം അതിന് മനസ്സിലാകുന്നേ. അത് ആത്മാവല്ലേ. ഇതൊരു ആത്മാവായിട്ട് ഈച്ചയുടെ കഥ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ആത്മാവായത്. ഇന്ന് അമ്മയായിരിക്കും എൻ്റെ അമ്മ വിട്ടുപോയ കാര്യമാണ്, ഭൂമിയിൽ നിന്ന് വിട്ടുപോയ കാര്യം. അത് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയായിരിക്കൂടാ. ഈ രൂപത്തിലൂടെ അല്ലേ വന്നത്, ഈച്ചയും പൂച്ചയായിട്ടൊക്കെ. ഈച്ച വന്ന് പൂച്ചയായി ഇരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ സന്തനാമത്തിൽ? ഈച്ച ചത്തൊരു പൂച്ചയായിരുന്നു, ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ. കേട്ടാ? ചുമ്മാതെയല്ല. കൈ കൊണ്ടായിരുന്നു പറയണ കണ്ടാടാ. കൈ രണ്ടും എടുത്താ കുഴപ്പമില്ല, നീണാൾ വാഴട്ടെ എന്നാണ് ആ കൈയെടുത്ത് ഇങ്ങനെ പറഞ്ഞത്. നീണാൾ വാഴട്ടെ ഭഗവാനെ, എൻ്റെ മകനെയും രക്ഷിക്കണേ, എൻ്റെ മക്കളെയും രക്ഷിക്കണേ, കുഞ്ഞുങ്ങളെയും രക്ഷിക്കണേ നാരായണ. എൻ്റെ അമ്മയെ, എല്ലാ അമ്മയിലൂടെയാണ് എല്ലാം വന്നിരിക്കുന്നത്. അമ്മയുള്ള എല്ലാത്തിൻ്റെയും നാഥ. ലോകം ഉണ്ടായതും ജനങ്ങളെ സൃഷ്ടിച്ചതും ഒക്കെ അമ്മ തന്നെയാണല്ല. ഭഗവാനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മയായിട്ട് വന്നതാണേ, അമ്മയുടെ ആത്മാവാണേ. എത്ര വർഷമായി മരിച്ചിട്ട്? അതിൻ്റെ മുടി വയ്ക്കാൻ പറയാം, മറന്നു പോയി. അവൾ അമ്പലത്തിലൊക്കെ വഴിപാടൊക്കെ ചെയ്യാറുള്ളത്. ഉണ്ടാ നോക്കണടാ. അമ്മ തന്നെയാ, അമ്മയുടെ ആത്മാവാ. വേറെ ആരുമല്ല. ഈച്ചയ്ക്ക് അങ്ങനെ വരാമെങ്കിൽ നമ്മൾ കണ്ടില്ലേ സിനിമയിൽ? ഉണ്ടോ? അത് സിനിമ. അത് സിനിമയിലൂടെ ഇതുപോലെ പുരാണത്തിലൊക്കെ പറയണത് ആത്മാവ് ഈച്ചയായിട്ടും പൂച്ചയായിട്ടൊക്കെ വരുമെന്ന്. അതല്ലേ പൂച്ച വന്നതേ ഇങ്ങനൊന്ന് വെച്ച് ചോരയും വന്ന് വടകോടി അമ്മ അവിടുന്ന് പറഞ്ഞു വിട്ടതാ. അവിടെ ചെന്നിട്ട് പിന്നെ പൂച്ചയായിരുന്നു, എനിക്കറിയാം. ഞാൻ പിറ്റേത് പറഞ്ഞ്, ഞാൻ അന്നേരെ പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല, പിള്ളേർ വരട്ടേനെ അവരെയും കുട്ടി അവിടെ വന്നോളാം എന്നും പറഞ്ഞ് മേടിച്ച് അവരെയും കുട്ടിയാണ് പോയത് വടകോടിയിൽ. കടിക്കോ? അവർക്ക് വീഡിയോ ഇട്ട് വേണം അമ്മ വന്നിരുന്നു. അമ്മയല്ലേ എല്ലാം, അച്ഛൻ പിന്നെ പുറം കൂടെ ഉണ്ടാവുമല്ലോ.